ശബരിമല ക്ഷേത്രക്കൊള്ളയിലെ ആ സ്വർണ്ണപ്പാളികളുടെ അല്ലെങ്കിൽ അതിന്റെ VSSCയുടെ പരിശോധനാ റിപ്പോർട്ട് ഇന്നലെയാണ് വിജിലൻസ് കോടതി SIT കൈമാറിയത്. അപ്പോൾ SIT കൈമാറിയ ആ അന്വേഷണ റിപ്പോർട്ടിൽ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ശാസ്ത്രീയ പരിശോധനയാണ്, അത് ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായിരുന്നു. അതിൽ പറയുന്നത് എന്താണെന്നറിയോ, ഈ ദ്വാരപാലക കട്ടിളപ്പാളികളിലെ സ്വർണ്ണത്തിൽ വ്യത്യാസം എന്നാണ് VSSC ലാബിൽ നടത്തിയ പരിശോധനയിൽ പറയുന്നത്. സ്വർണ്ണത്തിന്റെ അളവ് കുറഞ്ഞു, 98 പൊതിഞ്ഞ സ്വർണ്ണത്തിന്റെ അളവ് കുറഞ്ഞെന്നും പാളികളുടെ ഭാരത്തിൽ വ്യത്യാസമുണ്ടെന്നും പരിശോധനാ റിപ്പോർട്ടിൽ കണ്ടെത്തിയെന്ന് പറയാണ്. ഷഫീദ് റാവത്ത് ചേർന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. കലോത്സവ നഗരിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സ്വർണത്തിന്റെ അളവിൽ കുറവ്, തൂക്കത്തിൽ കുറവെന്ന് പറയുമ്പോൾ പഴയ പാളികൾ തന്നെയാണോ, 99 കൊണ്ടുവച്ച പുതിയ പാളിയാണോ? അക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടോ ഷഫീദ്? ഹഷ്മി, അതായത് ഈ VSSC റിപ്പോർട്ടിലെ ആദ്യ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോഴാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് സ്ഥിരീകരിക്കുന്നത്. VSSC റിപ്പോർട്ടിൽ 15 കാര്യങ്ങളുടെ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നിരുന്നു. അതിൽ ഏറ്റവും നിർണായകം 1998 പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവ് ഇപ്പോഴത്തെ പരിശോധനയിൽ കുറഞ്ഞതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് UB ഗ്രൂപ്പ് 1998 പൊതിഞ്ഞ സ്വർണത്തിന്റെ തൂക്കം അല്ലെങ്കിൽ ആ അളവിൽ ഇപ്പോൾ സ്വർണം പാളികളിലില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ദ്വാരപാലക കട്ടിള പാളികളിലാണ് ഈ വ്യത്യാസമുള്ളത്. അപ്പോൾ സ്വാഭാവികമാണ് 2019 നടന്നത് സ്വർണ്ണക്കൊള്ള തന്നെയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളിയും കട്ടിളപ്പാളിയും ഇവിടെ നിന്ന് മടക്കി വന്ന ശേഷം സ്വർണത്തിൽ കാര്യമായ തൂക്ക വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് VSSC റിപ്പോർട്ടിൽ ഉറപ്പിക്കുന്നുണ്ട്. പാളികളുടെ ഭാരത്തിലും വ്യത്യാസമുണ്ട് എന്നുള്ള കണ്ടെത്തൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ പുരാവസ്തു മൂല്യമടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കപ്പെടണം. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ പുറത്തേക്ക് വന്ന വിവരപ്രകാരം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള ഉറപ്പിക്കുന്നുണ്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക പീഠങ്ങളിലെ സ്വർണ്ണപ്പാളിയും അതേപോലെ തന്നെ കട്ടിളപ്പാളിയിലും സ്വർണത്തിന്റെ തൂക്കത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഇപ്പോൾ VSSC പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം പാളികളുടെ ഭാരത്തിൽ വ്യത്യാസമുണ്ട്. അതിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരും. അപ്പോഴാണ് കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരിക. ഏതായാലും പ്രാഥമികമായിട്ടുള്ള വിവരം അനുസരിച്ച് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള ഇപ്പോൾ ഈ VSSC റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. നാളെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അത് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഈ VSSC റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നൽകുകയും ചെയ്യും. ഹഷ്മി, ഷഫീദ്, ഈ VSSC റിപ്പോർട്ട് ദീർഘനാളെടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 2 മാസമെങ്കിലും VSSCയിൽ അതിരുന്നു, വിശദമായ പരിശോധന നടന്നു. പാളികളുടെ തൂക്കത്തിൽ മാറ്റമുണ്ട് എന്ന് പറയുന്നത് ഒരു അലാമിംഗ് റിപ്പോർട്ടാണ് ഷഫീദ്. അശ്വി, ഉറപ്പായിട്ടും. കാരണം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള കാര്യം നമുക്കൊക്കെ ഉറപ്പാണ്. കാരണം ഇതിനോടകം തന്നെ അന്വേഷണ സംഘം മൊഴികളിൽ നിന്നും രേഖകളിൽ നിന്നും അത് ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ VSSC പരിശോധനാ ഫലത്തിൽ ശാസ്ത്രീയമായി അത് ഉറപ്പിക്കുമ്പോൾ അത് സ്വാഭാവികമാണ്. അത് പലതരത്തിലുള്ള മാനങ്ങൾക്ക് വഴിവെക്കും. മാത്രമല്ല, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കോടതിയിൽ ഇപ്പോൾ ഇങ്ങനൊരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കാൻ ഈ റിപ്പോർട്ട് വളരെ അനിവാര്യമായിരുന്നു. മാത്രമല്ല, ഇനി ഇക്കാര്യത്തിൽ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. അതിൽ ഒന്നാമത്തേത്, ഈ കാലക്രമേണ ഉണ്ടായിട്ടുള്ള കുറവാണോ, അതായത് 99 ശേഷം പലതവണ ശബരിമലയിൽ ഈ പാളികളിൽ നിന്ന് സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടോ? രണ്ടാമത്തേത്, 2019 നടന്ന കൊള്ളയുടെ വ്യാപ്തിയാണ്. 2019 പൂർണ്ണ അർത്ഥത്തിൽ പാളികളിലെ സ്വർണ്ണം മൊത്തം വേർതിരിച്ചെടുക്കുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ ഭാഗങ്ങളായി വേർതിരിച്ചെടുക്കുകയാണോ ചെയ്തത്? അല്ല, ഈ പാളികളുടെ ഭാരത്തിൽ വ്യത്യാസമുണ്ടെന്നുള്ള കണ്ടെത്തൽ അത് ഏതെങ്കിലും തരത്തിൽ പാളികൾ തന്നെ മാറ്റിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും തിങ്കളാഴ്ച നാളെ ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിലായിരിക്കും ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ SIT വ്യക്തമാക്കുക. അതിനുശേഷം മാത്രമായിരിക്കും ആ വിവരങ്ങൾ പുറത്തേക്ക് വരിക. ഹഷ്മി, അല്ല ഷഫീദ്, ഇവിടെ നമ്മൾ ഇപ്പോഴും ഹൈദരാബാദിൽ പോയി ദീർഘദിവസങ്ങളിൽ എന്തിനാണ് ഈ പാളികൾ പോയി വിശ്രമിച്ചത് എന്നാലും നമുക്ക് ഇപ്പോഴും അറിയില്ല. അത് SIT വെളിപ്പെടുത്തുന്നില്ല. അവിടെയാണ് സംശയം. അവിടെ നിന്ന് ഈ പാളികൾ അപ്പാടെ പോയി പുതിയ പാളി വന്നോ, ആ പാളിയിലാണോ സ്വർണം പൂശി എന്ന് പറഞ്ഞാൽ സ്വർണ്ണം ഇളക്കി എന്നുള്ളതിനപ്പുറം പാളികൾ അപ്പാടെ പോയോ എന്നൊരു പ്രധാന സംശയം ഈ ദിവസങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട്. ഹൈക്കോടതി പോലും ഇടക്കാല ഉത്തരവിൽ ആ സംശയം എടുത്തു പറയുന്നുണ്ട്. ആ സംശയ ദൂരീകരണത്തിന് ഈ VSSCയിലെ പരിശോധനാ ഫലം നിർണായകമാണ്. ആ സംശയം ദൂരീകരിച്ചോ എന്നത് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് വെക്കുമ്പോഴാണോ നമുക്കറിയാൻ കഴിയുക ഷഫീദ്? അപ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. കാരണം വളരെ സീക്രസിയിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SPS ശശിധരന്റെ പക്കലുള്ളത്. മാത്രമല്ല, കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ റിപ്പോർട്ട് VSSC നൽകിയ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുള്ളത്. അന്വേഷണ സംഘം ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെയും അതിന് വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഒരു പക്ഷേ നാളെ ഹൈക്കോടതിയിൽ ഇത് കൊടുക്കുമ്പോൾ മാത്രമായിരിക്കും അതിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ പുറത്തേക്ക് വരിക. ഏതായാലും നമ്മുടെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അന്വേഷണ സംഘത്തിൽ നിന്ന് ആദ്യം ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാളികളുടെ ഭാരത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ആ വ്യത്യാസം സ്വർണം മാറ്റിയതിലെ വ്യത്യാസമാണോ, അതല്ല
ഏതെങ്കിലും തരത്തിൽ പാളികൾ തന്നെ അപ്പാടെ മാറ്റിയതിലെ വ്യത്യാസമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിലുണ്ട്. പക്ഷേ ആ വിശദാംശങ്ങൾ ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം പാളികളിലെ സ്വർണ്ണത്തിൽ വ്യത്യാസമുണ്ടായെന്നും 1998 പൊതിഞ്ഞ സ്വർണ്ണത്തിന്റെ അളവ് കുറഞ്ഞെന്നും ദ്വാരപാലക കട്ടിള പാളികളിലെ വ്യത്യാസമാണ് ഉണ്ടായതെന്നും VSSC റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അതിന്റെ വിശദാംശങ്ങൾ നാളെ ഹൈക്കോടതിയിൽ നിന്ന് ഒരുപക്ഷെ പുറത്തേക്ക് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ ഗതിനെ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഇപ്പോൾ 3 മാസത്തിലധികമായി, അതായത് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ആദ്യ കേസ് എടുത്തിട്ട് ഇപ്പോൾ 3 മാസം കഴിയുന്നു. സാധാരണഗതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യമൊക്കെ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് VSSCയുടെ പരിശോധനാ റിപ്പോർട്ട് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത്. ഇനി അന്വേഷണ സംഘത്തിന്റെ ഇക്കാര്യത്തിലെ തുടർ നീക്കങ്ങൾ നിർണായകമാണ്. കോടതിയിലടക്കം ഈ റിപ്പോർട്ട് പോയതിനു ശേഷമുള്ള അന്വേഷണവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹാഷ്മി, ഓക്കെ, ഷഫീദ് റാവത്തർ ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ VSSCയുടെ പരിശോധനാ ഫലം അതി നിർണായകമായിരുന്നു. അതിന് കാരണം ഈ പറയുന്ന സ്വർണം പോയോ എന്നുള്ളത് മാത്രമല്ല, പാളികൾ അപ്പാടെ പോയോ എന്നുള്ളതായിരുന്നു പ്രധാന സംശയം. കോടതി തന്നെ അതിൽ സംശയം ഉന്നയിച്ചതാണ്. മാത്രമല്ല, ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല, ഇത് ഇക്കാലം മാത്രം ഇപ്പൊ ഇത് 3 മാസം മുമ്പാണ് ഹൈക്കോടതി ആദ്യ ഇടക്കാല ഉത്തരവ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ദീർഘ അന്വേഷണം ഉണ്ടായി, 11ഓളം അറസ്റ്റുകളുണ്ടായി. ഏറ്റവും കൂടുതൽ തന്ത്രി വരെ അറസ്റ്റിലായ, അതിനുശേഷം ശങ്കരദാസ് ആശുപത്രിയിൽ ശങ്കരദാസ് വരെ അറസ്റ്റിലാവുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അറസ്റ്റൊടുവിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു സ്ഥിരീകരണ സ്വഭാവത്തിൽ റിപ്പോർട്ട് SIT കിട്ടുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കാം, അവിടെ ഒരു ക്രമക്കേട് ശബരിമലയിൽ കേരളത്തിന്റെ അഭിമാന ക്ഷേത്രത്തിൽ ഒരു ക്രമക്കേട് ഉണ്ടായി എന്നുള്ള തർക്കമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.